ഒരുമിച്ച് അല്പനിമിഷം ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. തിരക്കേറിയ ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. ആ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ സമയമെന്ന് പറയുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും അത്യാവശ്യവും അപ്പോൾ തന്നെ ജീവിതത്തിൽ ഒഴിച്ചുകൂടുവാൻ കഴിയാത്ത ഒന്നാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അല്പനിമിഷം ഈ ശ്രവണ പരിധിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ ദേശത്ത് ഇങ്ങനെ കടന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാകിയത് ലോകത്തെ മുച്ചൂട് മുടിച്ചുകൊണ്ടിരിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്കും എതിരെയുള്ള ഒരു സന്ദേശമായിട്ടാണ് ഞങ്ങൾ കടന്നു വന്നത്. ആ സന്ദേശം ഒരു സ്നേഹ സന്ദേശമായതുകൊണ്ട് ഈ യാത്രയ്ക്ക് സ്നേഹ സന്ദേശ യാത്ര എന്ന് ഞങ്ങൾ പേരിട്ടു. പ്രിയ, ലോകത്തിൽ മനുഷ്യ സ്നേഹം അറ്റുകൊണ്ടിരിക്കുമ്പോൾ സ്വസ്നേഹികളായി മാറിയ മനുഷ്യകുലത്തിന്റെ ഇടയിൽ ദൈവസ്നേഹത്തിന്റെ ആ വലിയ ആഴം, അതിന്റെ ഗുണങ്ങളെ പറ്റി അല്പനിമിഷം സംസാരിക്കുവാനാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തുടർന്നുള്ള അല്പനിമിഷം ആ സ്നേഹത്തെ പറ്റി നിങ്ങളോട് പരാമർശിച്ച് ഞങ്ങളുടെ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ കടന്നു വന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വക്താക്കളായിട്ടോ ഏതെങ്കിലും മതത്തിന്റെ വക്താക്കളായിട്ടോ അല്ല, മറിച്ച് ഈ വെമ്പാല പ്രദേശത്ത് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ വക്താക്കളായിട്ടാണ്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ വക്താക്കളായിട്ട് ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു സൂത്രം നിങ്ങളുമായി പങ്കുവച്ച് ഈ ചെറു ലഘു പ്രഭാഷണം ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിൽ ഇപ്രകാരം ഒരു തിരുവചനമുണ്ട്: സകല ജനത്തിനും ഉണ്ടാകുന്ന ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മഹാസന്തോഷത്തിന് കാരണമാകുമെന്ന് ഞങ്ങൾ ഉറപ്പായും വിശ്വസിക്കുന്നു. കാരണം ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടവരായി ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നും ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും തിരികെ പിടിക്കുവാൻ കഴിഞ്ഞത് ഞങ്ങൾ ഇന്ന് വക്താക്കളായി ഇവിടെ വന്നിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ഞങ്ങൾ അറിഞ്ഞ സത്യങ്ങളാണ്. അങ്ങനെയെങ്കിൽ ആ സത്യങ്ങൾ നിങ്ങളെ സ്വതന്ത്രമാക്കുന്ന ദൈവത്തിന്റെ വചനം പറയുമ്പോൾ വെമ്പാല പ്രദേശത്തോട് ആ സന്ദേശം അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്താണ് ആ സന്ദേശം എന്നറിയാമോ? ലോകത്തിലെ മാനവകുലത്തിനെല്ലാം ലഭിക്കുവാനുള്ള ഒരു മഹാസന്ദേശം, അത് രക്ഷയുടെ സന്ദേശം അത്രേ. അതിനെ വിശുദ്ധ വേദപുസ്തകം സുവിശേഷം എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ സുവിശേഷം എന്താണെന്നുള്ള ചോദ്യം ഉയരുവാൻ തക്കവണ്ണം ഇടയാകും. അതിന് വിശുദ്ധ വേദപുസ്തകത്തിൽ പൗലോസ്ലീഹ എന്ന് പറയുന്ന ഒരു അഭിഷക്തൻ, ഒരു വിശുദ്ധൻ, താൻ ഇപ്രകാരം തന്നെ ലേഖനത്തിലൂടെ വിളിച്ചു പറയുകയാണ്: എന്താണ് സുവിശേഷം? മാലോകരെ, സുവിശേഷം എന്ന് പറഞ്ഞാൽ സദ്വർത്തമാനം അഥവാ നല്ല വിശേഷം. ആ നല്ല വിശേഷത്തിന്റെ ായി ഈ കവലയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്: നിങ്ങൾ സുവിശേഷം എന്താണെന്ന് അറിയണമെങ്കിൽ, അറിയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു: ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അങ്ങനെയെങ്കിൽ സുവിശേഷം അഥവാ നല്ല വിശേഷം ഒരു വ്യക്തിയെ പറ്റിയുള്ള ഒരു വലിയ ചരിത്രമാണ്. ആരാണ് ആ വ്യക്തി? വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രതിനിധാനം ചെയ്ത് വിളിച്ചു പറയുന്നു: യേശു ക്രിസ്തു എന്ന വ്യക്തി. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു എന്ന വ്യക്തിയെ ഞങ്ങൾ ഈ കവലയിൽ പ്രസംഗിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. എങ്കിലും ഒരു കാര്യം ഓർമ്മിപ്പിച്ച് ഈ പ്രഭാഷണത്തിന്റെ കാതലായ ഭാഗത്തേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുക. യേശുവിനെ ഈ കവലയിൽ നിന്ന് ഞങ്ങൾ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒത്തിരി പേരുണ്ട്, നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി പേരുണ്ട്.
വിശുദ്ധ വേദപുസ്തകം ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന, ഞങ്ങൾ വ്യക്താക്കളായിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ ഏകദേശം 2000-ൽ പരം വ്യക്തികളെ പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ 2000-ൽ പരം വ്യക്തികളെ പരാമർശിച്ചിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകമായിക്കൊള്ളട്ടെ, നമ്മളായിരിക്കുന്ന സമൂഹത്തിലെ ചരിത്രകാരന്മാരായിക്കൊള്ളട്ടെ, ഇവിടുത്തെ സാമൂഹ്യ നേതാക്കന്മാരായിക്കൊള്ളട്ടെ, വേണ്ട ഞങ്ങളോടൊപ്പം ഇരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിക്കൊള്ളട്ടെ, അവരെയൊക്കെ ഈ കവലയിൽ നിന്നും പ്രസംഗിക്കുമ്പോൾ അവർക്ക് ഒത്തിരി നല്ല ഗുണങ്ങൾ ഉള്ളതുപോലെ അവരിൽ ചില ചീത്ത ഗുണങ്ങളല്ല അഥവാ ദുർഗുണങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകും. അത് സകല മനുഷ്യർക്കുമുള്ളതാ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരുക്കോടിൽ നിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ലോകത്തിൽ സൽഗുണം മാത്രം പറയുവാൻ കഴിയുന്ന ഒരേ ഒരു തുലയുള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാ.